കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ആട്ടിൻകുട്ടി എന്നാണ് മലയാളികൾ വിളിക്കുന്നത്. ആൻഡ് വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു ഷാൻ. ഹായ്, ഞാൻ ചക്ക ഗോപൻ അല്ലെങ്കിൽ ചക്കാട്ടുതറയിൽ ഗോപൻ അല്ലെങ്കിൽ ആട് ഗോപൻ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു ഷാൻ. ഹൗ ആർ യു? ഐ എം ഗുഡ്. ഹൗ ആർ യു? വെരി ഗുഡ്. ടെൽ മീ, സത്യത്തിൽ കുഞ്ചാക്കോവൻ ഒരു പുലിയാണോ അതോ ഒരു ആട്ടിൻകുട്ടിയാണോ? ആട്ടിൻ തോലിട്ട പുലിയാണ്. പുലിയും ആട്ടിൻകുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് സ്വഭാവത്തിൽ? വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണോ? പുലി ആടിനെ കണ്ടാൽ തിന്നും, ആട് പുലിയെ കണ്ടാൽ ഓടും. അതാണ് അവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ശരിക്കും റിയൽ ലൈഫിൽ കുഞ്ചാക്കോവന് പുലിയുടെ എന്ത് ക്വാളിറ്റി ഉള്ളത്, ആടിന്റെ എന്ത് ക്വാളിറ്റി ഉള്ളത്? ആടിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പുലിയുടെ ക്വാളിറ്റി പണ്ട് മൈസൂർ സൂവിൽ പോയപ്പോൾ പുലിയുടെ കൂടെ ഇതൊക്കെ കേൾപ്പിക്കുമായിരിക്കും അല്ലേ, എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. സൂപ്പർ. ഓക്കെ. പുലിയുടെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ തലോടി നടന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. കമ്മിങ് ബാക്ക് ടു പുലികളും ആട്ടിൻകുട്ടിയും. വെരി ഗുഡ്. ഗോട്ടി താടി വെക്കാനായിട്ട് എത്ര കഷ്ടപ്പെട്ടു? വളരെ ഈസി ആയിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് വളരുന്ന ഒരു സംഭവമാണ് താടിയും മീശയും. എനിക്ക് പെട്ടെന്ന് വളരും. എനിക്ക് മുടിയുടെ കാര്യത്തിൽ മാത്രമേ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് എപ്പോഴാണ് കുഞ്ചാക്കോന് തോന്നിയത് മുടി കുറവാണ് എന്ന്? ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കാലക്രമേണ ഇപ്പൊ കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്നെ അന്ന് കളിയാക്കിയ പലരും ഇന്ന് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അവർ എന്നെ കാണുമ്പോൾ ചോദിക്കും, നിന്റെ മുടി ഇതുവരെ പോയില്ലേ? ഞാൻ പറഞ്ഞില്ല, ഐ ആം സ്റ്റിൽ യങ് ആസ് എവർ. അനിയത്തി എപ്പോഴാണ് പിന്നെ ആസ് ആൻ ആക്ടർ ഫീൽ ചെയ്തത് എനിക്കും കഷണ്ടി കയറി തുടങ്ങിയത്? അല്ല, അത് കുറെ നാൾക്ക് മുമ്പ് തോന്നിയിട്ടുണ്ട്. അനിയത്തി പ്രാവിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ സൈഡിൽ ചെറിയൊരു പാച്ച് വെച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങിയതിന് 2-3 ദിവസം മുമ്പ് ഞാൻ ചെന്നിട്ട് ഒരു ഭയങ്കര മിലിറ്ററി ക്രൂ കട്ടൊക്കെ ചെയ്തിട്ടാണ് വന്നത്. പാചകം എന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആ സമയത്ത് സൈഡിൽ മാത്രം കുറച്ചൊരു ഇതുപോലെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പാച്ചുകളൊന്നും മേടിച്ചിട്ടില്ല. എനിക്കൊന്ന് പിന്നീട് ശരിക്കും സ്പാനിഷ് മസാലയിലാണ് ശരിക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഗ് ഞാൻ വെക്കുന്നത്. പിന്നീടുള്ള സിനിമകളിലും അങ്ങനെ പാച്ച് വെച്ചിട്ടില്ല. മലയാള സിനിമയിൽ ഞാൻ കഷണ്ടി ശരിക്കും പറഞ്ഞ ഫാഷൻ ആക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അതിനു മുമ്പ് വേറെ ആലപ്പുഴക്കാരനെ ഫാഷൻ ആക്കിയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. മുടിയൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. ഇന്ന് കുഞ്ചാക്കോവന്റെ കൂടെയാണ് ഞാൻ സ്റ്റാർ ജാം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് റംസാൻ സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്റെ കൂടെ ഉണ്ട് ചക്ക ഗോപൻ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ. ആൻഡ് ഇനിയുള്ള 3 മണിക്കൂർ ട്രസ്റ്റ് മീ, ഇറ്റ്സ് ഗോണ ബി ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. ഹായ്, ഞാൻ ചക്ക ഗോപൻ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ ഓൺ സ്റ്റാർ ജാം. വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു മിസ്റ്റർ ഷാൻ. കുഞ്ചാക്കോ ബോബന്റെ ഫിലിമിനെ കുറിച്ച് എനിക്ക് അറിയേണ്ടത്. കുട്ടനാട് എക്സ്പീരിയൻസ് പറയും. കുട്ടനാട്ടിൽ മൊത്തം മഴ കാരണം മുങ്ങിക്കിടക്കുകയാണ്. ശരിക്കും 40 വർഷത്തെ കാലയളവിനിടയിൽ ഏറ്റവും കൂടുതൽ വാട്ടർ ലെവൽ ഉണ്ടായിരുന്നൊരു അവസ്ഥയായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത്. മഴയുണ്ടായിരുന്നു, ഭയങ്കര മഴ, ഭയങ്കര കാറ്റ്, ഇടയ്ക്ക് രൂക്ഷമായ വെയിലും ഉണ്ട്. പക്ഷേ വി എൻജോയ്ഡ് ഇറ്റ്. കാരണം ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ത്രില്ലും ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞുനാളിൽ ഇപ്പോൾ കുട്ടനാട് ാണ് ഞാൻ. പക്ഷെ ചെറുപ്പകാലത്ത് ഈ പറയുന്ന പോലെ മഴയത്തും വെയിലത്തും അല്ലെങ്കിൽ ചെളിയിലും ഒക്കെ ഉരുണ്ട് കളിച്ച് ചാടി ഓടി കളിക്കാനായിട്ട് പറ്റാത്തൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതിപ്പോൾ വീണ്ടും ഞാനൊരു കുട്ടിയായി മാറി ആ ഒരു ഷൂട്ടിങ്ങിനിടയിൽ. ഈ പറയുന്ന പോലെ ഷൂട്ടിങ്ങിനിടയ്ക്ക് മുട്ടോളം ചെളിവെള്ളത്തിൽ ഓടി കളിക്കുക, താറാവിൻ്റെ കൂടെ ഓടി കളിക്കുക, വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുക, അതിൽ നിന്ന് വീണ്ടും നീന്തി കയറുക, വീണ്ടും മറിഞ്ഞ് വീഴുക, മഴയത്ത് നനയ്ക്കുക. അപ്പോൾ അതൊക്കെ ശരിക്കും ഞാനത് എൻജോയ് ചെയ്തു. കുട്ടനാടിനെ കുറിച്ച് ഒരു എസ്സേ എഴുതുക. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന കുട്ടനാട് ഇപ്പം നെല്ലില്ലാത്ത അറയായി മാറിയിരിക്കുകയാണ്. പണ്ട് കെട്ടുവെള്ളത്തിൽ പോയിരുന്ന ആൾക്കാർ കെട്ടുവെള്ളത്തിന്റെ വളവര കുറച്ചുകൂടെ നീട്ടി അതിലൊരു കട്ടിലും കൂടെ ഇട്ട് അതൊരു ഹൗസ് ബോട്ടാക്കി മാറ്റി. കൊയ്യാൻ വേണ്ടി പോയിരുന്ന പെണ്ണുങ്ങൾ ഇപ്പോൾ സായിപ്പന്മാർക്ക് വേണ്ടി ചെമ്മീൻ കിള്ളാൻ വേണ്ടി പോകുന്നു. കട്ട കുത്തി നടന്നിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തി നടന്നിരുന്ന ചെറുപ്പക്കാർ ഇപ്പോൾ അത് കുറച്ചും കൂടെ മേളിലോട്ട് മാറ്റി കഴുത്തിന് ചുറ്റും കെട്ടി ഹൗസ് ബോട്ടിലെ ഷെഫുമാരായിട്ട് മാറി. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ കുട്ടനാടിന്റെ മാറ്റങ്ങൾ. അല്ലെങ്കിൽ കുട്ടനാടിനെ കുറിച്ചുള്ള ഒരു എസ്സേ എഴുതാൻ പറയുകയാണെങ്കിൽ ഞാൻ എഴുതുന്നത്. കാരണം ഇത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയിലെ നറേഷനാണ്. ആദ്യത്തെ നറേഷൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ടൺ കണക്കിന് മ്യൂസിക് ആൻഡ് ടൺ കണക്കിന് ഫൺ. ഹായ്, എന്റെ കൂടെ ഇപ്പൊ ഉണ്ട്. This is me, Kunchaka Boban, jamming with Shan on Star Jam. Let's go, jam it. Star Jam with RJ Sean. കുട്ടനാട്ടിൽ ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ഒന്ന് പറയാവോ? ഒരു കുട്ടനാട്ടുകാരനായിട്ട് പറയാവോ? എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു കുട്ടനാട്ടുകാരനാണ്. കുട്ടനാടിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രതികൂലമായ കാലാവസ്ഥകൾ അതിജീവിച്ച് അതിനോട് പൊരുതി വിജയിച്ച ആൾക്കാരാണ് കൂടുതലുള്ളത്. ചുറ്റും വെള്ളമാണ്. ഫോർ യുവർ ഇൻഫർമേഷൻ, ചിലപ്പോൾ അറിയാമായിരിക്കും. എന്നാലും സീ ലെവലിൻ്റെ താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുട്ടനാടാണ്. ബിലോ സീ ലെവൽ നമ്മൾ പാഡി കൾട്ടിവേഷൻ നടക്കുന്ന ഒരേ ഒരു സ്ഥലം കുട്ടനാടാണ്. അപ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്നത് ഈ വയലിന് വേണ്ടിയിട്ട്
ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കായലിൽ നിന്നും വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അത് ചെളി ഒക്കെ കുത്തി കട്ട കുത്തി അതിൻ്റെ വരമ്പൊക്കെ ഉണ്ടാക്കി വെള്ളം തേവി കളഞ്ഞ് അതിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ടീഡിയസ്, വെരി ഹാർഡ് വർക്ക് ആ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് മഴയും കാര്യങ്ങളും പ്രതികൂലമായ കാലാവസ്ഥകൾ, വെള്ളപ്പൊക്കം ഇതെല്ലാം ഉണ്ട്. ഇതിനൊക്കെ അതിജീവിച്ച് കേരളത്തിൻ്റെ നെല്ലറയായിട്ട് ഇത് ഈ കുട്ടനാട് അറിയപ്പെടണമെങ്കിൽ അത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അതിജീവിച്ചിട്ടുള്ള ഫൈറ്റേഴ്സാണ് ഇവർ. അവർ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും. ഫോർ എക്സാമ്പിൾ മൈ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം കുട്ടനാട്ടിൽ നിന്നും വന്ന ആളാണ്. മലയാള സിനിമയെ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു നട്ട ആളാണ്. വടക്കൻ പാട്ടുകൾ കേരളത്തിൽ നിന്നും ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ വിജയ സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ്. മലയാളത്തിന്റെ ആദ്യത്തെ മുസ്ലിം സോഷ്യൽ ഫിലിം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് പ്രതിഭാതന്റെ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. സോ ഹി വാസ് എ ഫൈറ്റർ. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കുട്ടനാട്ടുകാർക്ക് കിട്ടിയത് പ്രതികൂലമായ കാലാവസ്ഥകൾ അതിജീവിച്ച് അതിനോട് പോരാടി വന്നുകൊണ്ടായിരിക്കും. ആ മണ്ണിന്റെ ഗുണമാണ്. തീർച്ചയായിട്ടും ആയിരിക്കും. ടൺ കണക്കിന് മ്യൂസിക് ആൻഡ് ടൺ കണക്കിന് ഫൺ. It's time for AK-47. Are you ready? Yeah, are you? I'm ready. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഫയർ ചെയ്യാൻ പോവാണ്. പുള്ളിപ്പുളി. കറക്റ്റ്. നോട്ട് ദ പോയിന്റ്. ആദ്യത്തെ വെടി തന്നെ ചീറ്റിപ്പോയി. പുള്ളിപ്പുലിയായിട്ട് ഷാൻ, ആട്ടിൻകുട്ടിയായിട്ട് ഞാൻ ചാക്കോച്ചൻ, ചക്ക ഗോപൻ. Here we go. ചക്ക ഗോപന് സത്യത്തിൽ ഇഷ്ടം ചക്ക, തേങ്ങ, മാങ്ങ. തേങ്ങ. വൈ തേങ്ങ? താങ്കളുടെ ചോദ്യങ്ങൾ അങ്ങനെയല്ലേ, എന്തൊട്ട് തേങ്ങയാണ്. Choose one. കുഞ്ചാക്കോ ബോബൻ. I am ordinary, I am extraordinary. Extraordinarily ordinary. What makes you extraordinary? Ordinary ആയിരുന്ന കുഞ്ചാക്കോ ബോബൻ പെട്ടെന്ന് ഒരു ദിവസം extraordinary ആയി. Maybe the films that I do. അതാണോ ആക്കിയത്? അതോ the attitude that you have taken? അങ്ങനെ എന്തെങ്കിലും? A lot of things have contributed to that. Roles that I do, the attitude towards my film, towards my life, towards defeats, towards victories. കുട്ടനാട്ടുകാരനായ കുഞ്ചാക്കോ ബോബന് ഇഷ്ടം എന്ത്? കള്ള്, ഹോട്ട്. കള്ള് ഷാപ്പിലെ സ്പൈസി ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കള്ള് ഷാപ്പിലെ സ്പൈസി ഫുഡ് മാത്രമേ ഇഷ്ടമുള്ളൂ? അതെ, എനിക്ക് കള്ളിനോട് വലിയ താല്പര്യമില്ല, ഹോട്ട് തീരെ താല്പര്യമില്ല. സീരിയസ്ലി? വെരി സീരിയസ്ലി. കുട്ടനാട്ടുകാരനായ കുഞ്ചാക്കോ ബോബൻ ക്ലീൻ ആണെന്ന് ചുരുക്കം. അത്യാവശ്യം. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ എന്താവും? വരാൻ പോകുന്ന മാവേലിയാവും, ഭാവിയിലെ മുഖ്യമന്ത്രിയാവും. ഭാവിയിലെ മുഖ്യമന്ത്രി. മാവേലിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പ്രാവശ്യമല്ലേ വരുള്ളൂ. മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മാവേലിയെ നമുക്ക് താഴത്തോട്ട് വീണ്ടും ചവിട്ടി താഴ്ത്താം. നാട്ടുകാര് പറയുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം. കുഞ്ചാക്കോ ബോബൻ എന്ത് പറയുന്നു? തൽക്കാലം രാജിവെക്കണ്ട, കാരണം എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇതിൽ ഏത് വീട്ടിൽ സ്ഥാപിക്കാൻ സമ്മതിക്കും? വിൻമിൽ ഓർ സോളാർ പാനൽ? സോളാർ പാനൽ. വിരോധമില്ല. ആരെങ്കിലും സോളാർ പാനൽ പ്രോജക്റ്റുമായിട്ട് വന്നാൽ? ആരും വന്നിട്ടില്ല, വരികയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ചാക്കോ ബോബന്റെ ഇപ്പൊ അടുത്തിടെ ഇറങ്ങിയ 2 ഉഗ്രൻ മൂവീസിന്റെ പേര് പറയാം. ചൂസ് വൺ. റോമൻസ് ഓർ ഓർഡിനറി? ഓർഡിനറി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡൗൺ ടു എർത്ത് ആണ്, വേരിയേഷൻസ് ഉള്ള ക്യാരക്ടറാണ്. റോമൻസ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് എ ഫൺ ഫിലിം. ഓർഡിനറി ഈസ് മോർ ദാൻ ദാറ്റ്. ചാൻസ് കിട്ടിയ എന്താവും? റോമൻസിലെ കള്ളനാവും, ഞാൻ ഓർഡിനറിയിലെ കണ്ടക്ടർ ആവും. കള്ളൻ ഓർ കണ്ടക്ടർ? കള്ളത്തരങ്ങൾ ചെയ്യാൻ ഞാൻ വളരെ വീക്കാണ്. നോണ പറയരുത്. സത്യമായിട്ടും. കുഞ്ചാക്കോ കള്ളനായിട്ടില്ല, സിനിമയിൽ മാത്രം. പിന്നെ കള്ളനായിട്ടുണ്ട്. ഞാൻ പല പെൺകുട്ടികളുടെയും ഹൃദയം കവർന്നെടുത്തിട്ടുണ്ട്. ഹൃദയം മാത്രമോ? എന്റെ ഷാന എന്നെ വിടൂ.